മുക്കാൽ നൂറ്റാണ്ട് മുമ്പ് നാട്ടിലെ കാരണവന്മാരും പണ്ഡിതരും മുൻകൈയെടുത്ത് സ്ഥാപിച്ചതാണ് നമ്മുടെ ദാറുൽ ഹുദ മദ്രസ. പഴയകാലത്ത് നമ്മുടെ നാടുകളിൽ ചില വീടുകൾ കേന്ദ്രീകരിച്ചുണ്ടായിരുന്ന ഓത്തുപള്ളികളിൽ നിന്നായിരുന്നു ഖുർആൻ ഓതാനും അറബി എഴുതാനും വായിക്കാനും നിസ്കാരക്കണക്കുകളും പഠിച്ചിരുന്നത്. പിന്നീട് ചിലയിടങ്ങളിൽ ഓത്തുപള്ളികൾ സ്കൂളായി പരിവർത്തനം ചെയ്യുകയും സ്കൂളിലേക്ക് മുസ്ലിം വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് ഭരണകൂടം മതപഠനം സ്കൂളിൽ തുടരുകയും ചെയ്തപ്പോൾ ഓത്തുപള്ളിയിലും സ്കൂളിലുമായി പഠനം തുടർന്നു. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയ ശേഷം സ്കൂളിൽ മതപഠനം നിർത്തലാക്കിയപ്പോൾ അന്നത്തെ കേരളീയ പണ്ഡിതന്മാർക്ക് ഉദിച്ച ആശയത്തിൽ നിന്നാണ് മദ്രസ എന്ന സംവിധാനം ഉടലെടുത്തത്. 1951 സമസ്തയുടെ കീഴിൽ വിദ്യാഭ്യാസ ബോർഡ് സ്ഥാപിച്ചതിനു ശേഷമാണ് ഒരു ഏകീകൃത സിലബസ് നിലവിൽ വരുന്നതും ഇന്ന് കാണുന്ന രൂപത്തിലുള്ള മദ്രസ സംവിധാനം തുടങ്ങുന്നതും. അതിനു മുമ്പ് 1897 മഞ്ചേരിയിലും ശേഷം തളിപ്പറമ്പിലും തിരൂരങ്ങാടിയിലും മദ്രസകൾ ആരംഭിച്ചിരുന്നുവെങ്കിലും ഈ രൂപത്തിലും ഭാവത്തിലുമായിരുന്നില്ല. അതിന് നേതൃത്വം വഹിച്ച പിന്നീട് സമസ്ത പ്രസിഡന്റായിരുന്ന മഹാനായ നൂറുൽ ഉലമ MA ഉസ്താദിനെ ഇവിടെ ഓർക്കുന്നു. നാഥൻ പാരത്രിക ജീവിതം പ്രകാശപൂരിതമാക്കട്ടെ. ഈ സംവിധാനം നമ്മുടെ നാട്ടിൽ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മളും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ മുസ്ലിങ്ങളെപ്പോലെ മതബോധമില്ലാത്തവരാകുമായിരുന്നു. നാട്ടുകാരണവരായ കണ്ണാടൻ കുഞ്ഞാലി ഹാജി 1956 വഖഫായി നൽകിയ സ്ഥലത്ത് അന്നത്തെ സ്കൂൾ അധ്യാപകരായ ചങ്ങരൻചോല മൂസ മാസ്റ്റർ, കഴുങ്ങിൽ മുഹമ്മദ് കുട്ടി മാസ്റ്റർ, നാട്ടുകാരണവർ തൈക്കാടൻ മമ്മൂട്ടി ഹാജി എന്നിവരുടെ മേൽനോട്ടത്തിൽ ഏതാനും വിദ്യാർത്ഥികളെ കൊണ്ട് അന്നത്തെ ഉസ്താദുമാരായ കുട്ടി ഹസൻ ഹാജി, അച്ചിപ്പുറ കോയഞ്ഞിക്കോയത്തങ്ങൾ, വെട്ടിച്ചിറത്തങ്ങൾ, പല്ലിക്കാട്ട് ബാപ്പത്തങ്ങൾ, വീട്ടി ബാപ്പട്ടിത്തങ്ങൾ തുടങ്ങിയ മഹത്തുക്കളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മദ്രസയിലെ ആരംഭകാലത്തെ വിദ്യാർത്ഥികളിൽ ഏതാനും പേർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. പക്വതയനുസരിച്ചാണ് തുടക്കത്തിൽ ക്ലാസ് തീരുമാനിച്ചത്, അഥവാ സെലക്ഷൻ നടത്തിയാണ് മദ്രസയിൽ ചേർത്തത് എന്നർത്ഥം. മദ്രസയ്ക്ക് കെട്ടിടം പണിയാൻ വഴല് പരമ്പര നടത്തിയതും അതിലേക്ക് ചൂട്ടുകത്തിച്ച് ഉപ്പയോടൊപ്പം പോയതും ചൂട്ടില്ലാത്തവർ ഉള്ളവരെ കാത്തുനിന്നതും ചിലപ്പോഴൊക്കെ ഇരുട്ടിൽ തപ്പി ഇടവഴിയിലൂടെ പോയതും ഇന്നും പഴമക്കാർ ഓർത്തെടുക്കുന്നു. നിർമ്മാണത്തിൽ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും സഹകരിച്ച നമ്മുടെ പൂർവികർ അവരുടെ ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. അന്ന് ഗൾഫ് പ്രവാസം തുടങ്ങിയിട്ടില്ല. ഇതിന് ചെലവായ ഓരോ നാണയവും ഇവിടെ നിന്ന് തന്നെ സ്വരൂപിച്ചതാണ് എന്ന് ചുരുക്കം. വർഷങ്ങൾക്കു ശേഷം 1961 മദ്രസയ്ക്കു വേണ്ടി വില കൊടുത്തു വാങ്ങിയ 1.25 ഏക്കർ സ്ഥലത്ത് പല കാലഘട്ടത്തിലായി പുനരുദ്ധാരണം നടത്തിയ കാലപ്പഴക്കം വിളിച്ചോതുന്ന ഒരു കെട്ടിടമായിരുന്നു കഴിഞ്ഞ വർഷം വരെ നമ്മുടെ മദ്രസ. കാലത്തിനനുസരിച്ച് നമ്മുടെ മദ്രസ കെട്ടിടവും മാറണമെന്നും ആധുനിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നുമുള്ള നാട്ടുകാരുടെ ചിരകാല സ്വപ്നം നാട്ടുകാരൻ തന്നെയായ ഒരു മാന്യ വ്യക്തിയാൽ തന്നെ പൂവണിയാൻ പോകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. അല്ലാഹു അദ്ദേഹത്തിന് കാരുണ്യം ചൊരിയട്ടെ. ഈ സന്തോഷ നിമിഷത്തിൽ നമ്മോടൊപ്പം ഇല്ലാത്ത കഴിഞ്ഞ കാലങ്ങളിൽ മദ്രസ കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയവരിൽ പ്രധാനികളായ ചങ്ങരൻചോല മൂസ മാസ്റ്റർ, തൈക്കാടൻ മമ്മൂട്ടി ഹാജി, പൂവഞ്ചേരി അയമൂക്കാക്ക, കാലൊടി അലവി ഹാജി, കാലൊടി മമ്മൂദ് ഹാജി, കണ്ണാടൻ മൂസ ഹാജി, ചെമ്മുക്കൻ മൊയ്തീൻകുട്ടി ഹാജി തുടങ്ങി ഏതാനും ചില വ്യക്തികളെയും ദീർഘകാലം ഉസ്താദായി സേവനം ചെയ്ത പതിയിൽ അലവി മുസ്ലിയാർ എന്നിവരെയും ഇവിടെ ഓർക്കുന്നു. അല്ലാഹു തആല അവരുടെ പരലോക ജീവിതം സന്തോഷത്തിലാക്കട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് റയീസുൽ ഉലമ ഇ സുലൈമാൻ മുസ്ലിയാർ 2024 ഏപ്രിൽ 22 അടിത്തറ പാകിത്തന്ന അതിവിപുലമായ കെട്ടിടവും വിശാലമായ മതവിദ്യാഭ്യാസ ലോകവും ഇപ്പോൾ ഉയർന്നു വന്നു. അതിനു മുന്നിൽ നിൽക്കുന്ന, സഹകരിക്കുന്ന, സഹായിക്കുന്ന സജ്ജനങ്ങൾക്ക് നാഥൻ ഐശ്വര്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിലവിൽ VTS കുഞ്ഞുമോൻ തങ്ങൾ, ബാവ മാസ്റ്റർ കാലൊടി, മൂസഹാജി പെരുമ്പള്ളി, സലീം കഴുങ്ങിൽ എന്നിവർ ഭരണസമിതി അംഗങ്ങളാണ്.
ഇപ്പോൾ 6 ഉസ്താദുമാർ ഇവിടെ സേവനം ചെയ്യുന്നുണ്ട്. 139 ആൺകുട്ടികളും 135 പെൺകുട്ടികളുമടക്കം 274 വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഇക്കാലയളവിൽ സേവനം ചെയ്ത ഉസ്താദുമാർ, സ്ഥാപനം കൊണ്ടുനടന്ന നിർവാഹക സമിതി അംഗങ്ങൾ, സഹകരിച്ച രക്ഷിതാക്കൾ, നാട്ടുകാർ, വിദ്യാർത്ഥിനികൾ എല്ലാവരോടും നാം കടപ്പെട്ടിരിക്കുന്നു. നാഥൻ ഇരുലോക വിജയികളിൽ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ.